കായംകുളം നഗരസഭ ക്യാൻസർ രോഗികൾക്കായുള്ള ധനസഹായം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭയുടെ 2024-2025 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നഗരസഭാ പരിധിയിലെ ക്യാൻസർ രോഗികൾക്കായുള്ള ധനസഹായ പദ്ധതി തുടങ്ങി. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല രോഗികൾക്ക് ധനസഹായം കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ചെറിയ സഹായമാണ് ഞങ്ങൾ പറയുന്നത്. ചെറിയ സാമ്പത്തിക സഹായം മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിനെക്കാട്ടി വലുത് കൂടുതൽ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ചില പരിമിതികളിൽ നിന്നുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ കാറ്റഗറിയിൽപ്പെട്ട് ഡയാലിസിസ് ചെയ്യുന്നത് കായംകുളം നഗരസഭാ അതിർത്തിയിലുള്ള ഡയാലിസിസ് പേഷ്യന്റിന് നമ്മൾ ഇങ്ങോട്ട് സാമ്പത്തിക ധനസഹായം ചെയ്തു. ഇപ്രാവശ്യം നമ്മൾ ക്യാൻസർ പേഷ്യന്റിനെയാണ് എടുത്തിട്ടുള്ളത്. അടുത്ത പ്രാവശ്യത്തേക്ക് നമ്മൾ 2 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നടപ്പാക്കാനാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇത് വിഭാവനം ചെയ്തിട്ടേ ഉള്ളൂ. അത് നമ്മൾ നടപ്പാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ഇന്നത്തെ ബഡ്ജറ്റ് ചർച്ച കഴിഞ്ഞ് ഞങ്ങൾ ബഡ്ജറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് സാമ്പത്തിക വർഷത്തേക്ക് നമുക്ക് ആ ബഡ്ജറ്റ് ഉൾക്കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ആസ്പത്രിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു 4.5 വർഷത്തിന് മുമ്പ് എങ്ങനെയാണ് ഈ ആസ്പത്രിയുടെ സ്ഥിതി എന്നുള്ളതിനെ സംബന്ധിച്ച് ഉപയോഗിക്കുന്ന പലർക്കും അറിയാം. നമ്മുടെ കായംകുളം നഗരസഭാ പരിധിയിൽ സ്ഥിരതാമസമുള്ള ക്യാൻസർ പേഷ്യന്റ്, നമുക്കറിയാം ക്യാൻസർ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ക്യാൻസർ പേഷ്യൻസുകളുണ്ട്. അതിൽ ഏറ്റവും സാമ്പത്തികം ഈ ഒരു ടേമിൽ 2024-25 കീമോ ചെയ്തതോ റേഡിയോളജി ചെയ്തതോ അവർ സർജറി ചെയ്തതോ ആയിട്ടുള്ള ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്ത് കായംകുളം നഗരസഭയിലെ അവരുടെ വാർഡ് കൌൺസിലർമാരും ആശാ വർക്കേഴ്സും എല്ലാം ആ ലിസ്റ്റ് തന്ന് അത് വെരിഫൈ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസാന ഹബീബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ ജെ ആദർശ്, നഗരസഭാ കൌൺസിലറും HMC അംഗവുമായ റെജി മാവനാൽ, നഗരസഭാ കൌൺസിലർ രാജശ്രീ കമ്മത്ത്, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.